Download now. CC Learning app. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഹരികൃഷ്ണൻ. അപ്പോൾ നമ്മുടെ നെറ്റിൻ്റെ എക്സാമിന് ഇനിയൊരു 5 വീക്സ് കൂടെ ഉള്ളൂ അല്ലേ? അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ക്വിക്ക് UG പേപ്പർ 1ൻ്റെ ഒരു ക്വിക്ക് 30 ഡേ സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഓവർവ്യൂ, പേപ്പർ 1ൻ്റെ ഒരു ഓവർവ്യൂ ആദ്യം നമുക്ക് നോക്കാം. ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങൾക്കറിയാം UGC പേപ്പർ 1 ഏത് നെറ്റ് കാൻഡിഡേറ്റ്സിനും കോമൺ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു പേപ്പറാണ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും എന്താണ്, കമ്പൽസറി ആണ് പേപ്പർ 1 എന്ന് പറയുന്നത്. ജനറൽ പേപ്പർ 1ന് നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് വരിക. എല്ലാ MCQs ആണ്. പേപ്പർ 2ഉം MCQs ആണ്. ടോട്ടൽ മാർക്സ് 100 ആണ്. ഓക്കെ, അതായത് ഓരോ ക്വസ്റ്റ്യനും ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. അതേപോലെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 hour ആണ്. നിങ്ങൾക്ക് പേപ്പർ 1നും പേപ്പർ 2നും ഒരു സെപ്പറേറ്റ് ഡ്യൂറേഷൻ ഇല്ല, മൊത്തത്തിൽ 3 hours ആണ്. പക്ഷെ നിങ്ങൾ മാക്സിമം പേപ്പർ 1ന് 1 hour വരെ ചിലവഴിക്കാവൂ. പേപ്പർ 2നാണ് കൂടുതലും നമുക്ക് സമയം വേണ്ടി വരിക. അപ്പോൾ പേപ്പർ 1ന് നിങ്ങൾ 1 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ സമയം ചിലവഴിക്കരുത്. അങ്ങനെ റൂളൊന്നുമില്ല 1 മണിക്കൂറിൽ ചെയ്ത് തീർക്കണമെന്ന്. എന്നാലും നിങ്ങൾ 1 മണിക്കൂറിൽ കൂടുതൽ അതിന് സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല. പേപ്പർ 1നോ പേപ്പർ 2നോ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഹൈ വെയിറ്റേജ് പോയിന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ UGC നെറ്റ് പേപ്പർ 1ന് ഏതൊക്കെ ടോപ്പിക്സിനാണ് നമുക്ക് വെയിറ്റേജ് കൊടുക്കേണ്ടത്, ഏതിനൊക്കെയാണ് പ്രയോറിറ്റി ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന കുറച്ച് കീ ടോപ്പിക്സ് ആണ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, CBCS സിസ്റ്റം, ICT ബേസ്ഡ് ടീച്ചിങ്. നമുക്ക് ഏകദേശം ഒരു 12 to 14 മാർക്സ് വരെ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ തീരെ ഒട്ടും വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു ഫോക്കസ് ഏരിയയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 12 to 14 മാർക്സ് വരെ, അല്ലെങ്കിൽ 15 മാർക്സ് വരെ, അല്ലെങ്കിൽ 16 മാർക്സ് വരെ നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അടുത്തതാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ വരുന്നതാണ് പോസിറ്റിവിസം, എത്തിക്സ്, റെഫറൻസിങ് സ്റ്റൈൽസ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പോലെ തന്നെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിൽ നിന്നും നിങ്ങൾക്കൊരു 10-12 മാർക്സ് വരെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു 50% മുകളിൽ നിങ്ങൾക്ക് പേപ്പർ 1ൽ മാത്രം സ്കോർ ചെയ്യാൻ സാധിക്കും. അതിൽ നിന്ന് ഈ 2 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലും നിന്നാണ് ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളത്. അടുത്തത് റീസണിങ്. മാത്തമാറ്റിക്കൽ റീസണിങ്ങും ലോജിക്കൽ റീസണിങ്ങും ഉള്ളത്. നമ്പർ സീരീസ്, ഫാലസീസ്, ഇന്ത്യൻ ലോജിക്സ്, ഇതിൽ നിന്നും നിങ്ങൾക്ക് 12 to 14 മാർക്സ് വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റേജ് ആദ്യം കൊടുക്കേണ്ടത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്, അടുത്ത റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അടുത്തത് മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിങ്ങിനാണ് നിങ്ങൾ അടുത്ത പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിൽ നിന്ന് നമുക്കൊരു 12 to 14 മാർക്സ് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. കുറച്ച് മാത്തമാറ്റിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് സമയം പോകാൻ സാധ്യതയുള്ളതും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. നമുക്കൊരു 10 മാർക്സ് വരെ, അതായത് ബാർ ചാർട്ട് ഉണ്ട്, ടേബിൾ ചാർട്ട്സ് ഉണ്ട്, പെർസെൻറ്റേജ് ബേസ്ഡ് കാൽക്കുലേഷൻസ് ഉണ്ട്. നിങ്ങൾ എലമെൻ്ററി ക്ലാസ്സസിൽ പഠിച്ച കാൽക്കുലേഷൻസ് ഒക്കെയാണ് വരിക. എന്നാലും ഓരോ ടച്ച് വിട്ട് പോയവർക്ക് അതൊന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ഏരിയയാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു 10 മാർക്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ് ടു 10 മാർക്സ് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഒരു 5 സ്റ്റെപ്പ് മോഡൽ, പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുടെ ഒരു 5 സ്റ്റെപ്പ് മോഡലാണ് നിങ്ങൾക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് 1, സിലബസ് ഡീകോഡിങ്. നിങ്ങളുടെ റെസ്പെക്റ്റീവ് പേപ്പർ 1നോട് പറയുമ്പം നിങ്ങൾക്ക് അതിൻ്റെ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ലേ? സിലബസ് നമ്മുടെ NTA സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. സിലബസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, സിലബസ് വായിച്ചു നോക്കുക. സിലബസ് ചുമ്മാ വായിച്ചു പോകുന്നേരം നിങ്ങൾ സിലബസ് ഒന്ന് ഡീകോഡ് ചെയ്യുക. ഡോണ്ട് ജസ്റ്റ് റീഡ്, അണ്ടർസ്റ്റാൻഡ് സബ് ടോപ്പിക്സ്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നിങ്ങൾക്ക് UGC പേപ്പർ 1ൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നമ്മളുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക മാത്രമല്ലാതെ എന്തൊക്കെയാണ് അതിൻ്റെ സബ് ടോപ്പിക്സ് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 2, കൺസെപ്റ്റ് ബിൽഡിംഗ്. ഓക്കെ, നിങ്ങൾ ഓരോ ടോപ്പിക്സ് വായിക്കുമ്പോഴും എന്താണ്, ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ച അതേ ചോദ്യം തന്നെ ആയിരിക്കില്ല ഈ വർഷം ചോദിക്കുന്നത്, പക്ഷേ കോൺസെപ്റ്റ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ടോപ്പിക്ക് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പഠിക്കുമ്പം വൈ ആൻഡ് ഹൗ
ആ ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങളൊരു പെർട്ടിക്കുലർ ടോപ്പിക്ക് വായിക്കുകയാണ്. വൈ ആൻഡ് ഹൗ, എന്തുകൊണ്ട് അല്ലെങ്കിൽ ഹൗ, എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം വൈ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇത്തവണ ഹൗ എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ വൈ ആൻഡ് ഹൗ, എങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അടുത്തത് സ്റ്റെപ്പ് 3, ക്രിസ്പ് നോട്ട് മേക്കിംഗ്. നമ്മളൊരിക്കലും പേപ്പർ 1 ആവട്ടെ പേപ്പർ 2 ആവട്ടെ ചുമ്മാ വായിച്ച് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നെറ്റ് എക്സാം പാസ്സാവാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഒരു നോട്ട് മേക്കിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിസ്പായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ലെക്ചർ നോട്ട് പോലെയെങ്കിലും നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ ഫ്ലോ ചാർട്ട്സോ ടേബിൾസോ യൂസ് ചെയ്യുന്നത് വളരെ ഫ്ലോ ചാർട്ടോ ടേബിൾസോ യൂസ് ചെയ്യാനുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ക്രിസ്പ് നോട്ട് മേക്കിംഗ് വളരെ വളരെ നിർബന്ധമാണ്. സ്റ്റെപ്പ് 4, PYQ അനാലിസിസ്. സ്റ്റെപ്പ് 4-നാണ് ഞാൻ കുറച്ചും കൂടെ ഇവിടെ വെയിറ്റേജ് കൊടുക്കുന്നത്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിച്ചവർക്ക് മാത്രമേ നെറ്റ് ആണെങ്കിലോ JRF ആണെങ്കിലോ നല്ല മാർക്കോടെ ഇതുവരെ പാസ്സായിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ ചുമ്മാ സിലബസ് വായിച്ചു നോക്കി അതിനുള്ള കണ്ടൻറ്റ് പഠിച്ചു എന്ന് കരുതി നിങ്ങൾക്ക് പാസ്സാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. പാസ്സായിട്ടുള്ളവർ, അതായത് നല്ല രീതിയിൽ പാസ്സായിട്ടുള്ളവർ, JRF ക്രാക്ക് ചെയ്തിട്ടുള്ളവർ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് തന്നെയാണ് പാസ്സായിട്ടുള്ളത്. നിങ്ങൾ ചുരുങ്ങിയത് ഒരു 5 വർഷത്തെ 2021 തൊട്ട് 25 വരെയുള്ള പ്രീവിയസ് ജൂൺ സൈക്കിളും ഡിസംബർ സൈക്കിളും, അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരും. ആ ഒരു 10 പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എപ്പോഴും നെറ്റ് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ ഏകദേശം പാസ്സായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് സ്റ്റെപ്പ് 5, മോക്ക് ടെസ്റ്റ്. സിമുലേറ്റ് ദ 3 hour CBT. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് CBT ടെസ്റ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങളൊരു ടൈം ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നാലേ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് അവിടെ ചെയ്യാൻ സാധിക്കൂ. അടുത്തത് കുറച്ചും കൂടെ ഒരു സ്പെസിഫിക് പ്രോ ടിപ്സ് ആണ് ഞാൻ പറയുന്നത്. അടുത്തത് റീഡിങ് കോംപ്രിഹെൻഷൻ. പേപ്പർ 1-ൽ നിങ്ങൾക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരും. അത് നിങ്ങൾ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ റീഡിങ് കോംപ്രിഹെൻഷൻ നിസ്സാരമാണ് എന്നെഴുതി തള്ളിക്കളയരുത്. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം ചിലവാകുന്ന ഒരു ഏരിയയാണ് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് ICT എന്ന് പറഞ്ഞ ടോപ്പിക്സിൽ നമുക്ക് ഇതുപോലെ സ്വയം, മൂക്ക്, അതേപോലുള്ള സാധനങ്ങൾക്ക് അബ്രീവിയേഷൻസ് ഇഷ്ടം പോലെ വരുന്ന ഒരു ഏരിയയാണ് ICT എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ചിട്ടുള്ള കുറേ പ്ലാറ്റ്ഫോംസ്, അതൊക്കെ അബ്രീവിയേഷൻസ് ആണ് വരുന്നത്. അതൊക്കെ നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് അതൊന്ന് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് പീപ്പിൾ ആൻഡ് എൻവയൺമെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്ലൈമറ്റ് അഗ്രിമെൻറ്റ്സ്. പല കാൻഡിഡേറ്റ്സും വിട്ടുകളയുന്ന ഒരു ടോപ്പിക്കാണ് പീപ്പിൾ ആൻഡ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ. അവിടുന്ന് മറ്റുള്ള ഏരിയാസെ വെച്ച് നോക്കുമ്പം അത്ര ഒരു വെയിറ്റേജ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഒരു 4 to 6 മാർക്സ് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പീപ്പിൾ ആൻഡ് എൻവയൺമെൻറ്റ്. അതിനകത്ത് വരുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, ഇൻ്റർനാഷണൽ ക്ലൈമറ്റ് അഗ്രിമെൻറ്റ്സ്. അപ്പോൾ അതും നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഹയർ എഡ്യൂക്കേഷനിൽ നിന്നും എന്തായാലും ഒരു 4 to 6 മാർക്സ് വരെ വരും. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കും നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. ഈ പ്രോ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ JRF കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ നെറ്റ് കാൻഡിഡേറ്റ്സ് വിട്ടുകളയുന്ന കുറച്ച് പോർഷൻസ് ആണ് ഞാൻ ഈ പ്രോ ടിപ്സിൽ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. ഓക്കെ, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കൊരു 10 to 12 മാർക്സ് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കും. കുറച്ച് ടൈം മാനേജ്മെൻറ്റ് ടിപ്സ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, പേപ്പർ 1-ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പേപ്പർ 1 60 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്ന് യാതൊരു നിയമവും ഇല്ല. പക്ഷെ നിങ്ങൾ 60 മിനിറ്റിൽ കൂടുതൽ അതിന് ചിലവാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം പേപ്പർ 2 എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഹെവി പേപ്പറാണ്. എന്തായാലും നിങ്ങൾക്ക് 2 മണിക്കൂറോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് പേപ്പർ 2-ൽ ചിലവാക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പേപ്പർ 2 ഒരു 50 to 55 മിനിറ്റ്സിനുള്ളിൽ സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേപ്പർ 2-ന് അത്രയും കൂടെ സമയമെടുത്ത് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
അതേപോലെ സെക്ഷണൽ പേസിങ്, ഞാൻ കുറച്ച് നേരത്തെ പ്രോ ടിപ്സ് പറഞ്ഞപ്പോൾ ICT, കമ്മ്യൂണിക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ഇതിനൊക്കെ എന്താണ്, ഇതിനൊന്നും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. മെമ്മറൈസ് ചെയ്ത് വെച്ചാൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സാണ് എന്താണ് ICT, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്സൊക്കെ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അധികം സമയം ഒരു ക്വസ്റ്റ്യന് കൊടുക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുക, മെമ്മറൈസ് ചെയ്യുക, എഴുതുക. ഓക്കെ, ഒരു 30 to 45 സെക്കൻഡ്സിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അടുത്തത് അനലറ്റിക്കൽ സെക്ഷനാണ്. നിങ്ങൾക്ക് പേപ്പർ 1 കുറച്ച് സമയം ചിലവായേക്കാവുന്ന ഒരു പോർഷനാണ് അനലറ്റിക്കൽ സെക്ഷൻ, അതായത് മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, DI ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ. അപ്പോൾ അതിന് ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ തന്നെ നിങ്ങളത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ് ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ സ്പീഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളത് ചെയ്ത് വീണ്ടും നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് സോൾവ് ചെയ്യുക. നിങ്ങളൊരു 5 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പീഡ് കിട്ടും. ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ തന്നെ ആ ടോപ്പിക്സ് കവർ ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇപ്പോൾ ഒരു 30-day ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കുള്ള PhD ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഹൈലി സ്കിൽഡ് ഫാക്കൽറ്റീസ്, ഹൈലി സ്കിൽഡ് മെൻറ്റേഴ്സ്, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് തീർച്ചയായിട്ടും ഇത്തവണത്തെ JRF ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്